ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ലൈംഗികത ഉപദ്രവമോ ഉപകാരപ്രദമോ ഉപദ്രവകരമോ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ അനുഗ്രഹം തന്നിരിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയും, എന്നാൽ ചിലരെല്ലാം കുറ്റബോധത്താൽ നീറുകയും സ്വയം ശപിക്കുകയും ദൈവത്തെ ശപിക്കുകയും അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് ആ ഒരു വീഴ്ചയിൽ അങ്ങനെയുള്ള തെറ്റുകളിൽ വീണിട്ട് ഇനി കയറാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് കരുതി അങ്ങനെ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിലൂടെ കിട്ടുന്ന അറിവുകളും പങ്കുവെച്ചുകൊണ്ട് ഈ മേഖല എപ്രകാരം നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് നിങ്ങളെ സഹായിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ, ഈ പ്രബോധനത്തിലൂടെ. അപ്പോൾ നമുക്കറിയാം, കത്തിയില്ലേ നമ്മൾ കറിക്കരിയാനൊക്കെ ഉപയോഗിക്കും, അതേ കത്തി തന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതേ കത്തി തന്നെ ആപ്പിള് കട്ട് ചെയ്യാനും ഫ്രൂട്ട്സ് അരിയാനും നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇതേ കത്തി തന്നെ ഒരാളെ കൊല്ലാനും കുത്തിക്കൊല്ലാനും മുറിവേൽപ്പിക്കാനും പരിക്കേൽപ്പിക്കാനും ഒക്കെ ധാരാളം മതി. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹദായകമായിട്ട് തന്നിരിക്കുന്ന ഒരു മേഖലയാണ് ലൈംഗികത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന് ജീവൻ പങ്കുവെക്കാൻ, രണ്ട് സ്നേഹം പങ്കുവെക്കാൻ. ഇത് എവിടെയാണ്? വിവാഹ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രണ്ടിലൊന്ന് ഒരാൾ വേർപെടുന്നത് വരെ പരസ്പരം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ. ഇനി കുഞ്ഞുങ്ങളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ജീവിത അവസാനം വരെ അവർ ദാമ്പത്യ മാധുരിയിൽ ലൈംഗിക ബന്ധം പങ്കുവെച്ചുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ അവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം, ജീവിതം കരുപ്പിടിപ്പിച്ച് അവസാനം വരെ അത് ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ. അപ്പോൾ നമുക്കറിയാം, അമ്മമാർക്ക് അവർ കുഞ്ഞുങ്ങളെയൊക്കെ ജന്മം നൽകി വേദനകളും ഭാരങ്ങളും വഹിക്കുന്ന അവസ്ഥകൾ മാത്രമല്ല, ഇത് അപ്പന്മാർ കുടുംബത്തിന് വേണ്ടി എരിഞ്ഞെരിഞ്ഞ് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ഇല്ലാതാകാൻ മാത്രമല്ല, ദൈവം ഒരു അനുഗ്രഹം എന്ന നിലയിൽ അവർക്ക് ഭർത്താക്കന്മാർക്ക് ഒരു പ്രണയം എന്ന് പറഞ്ഞ ഒരു വിഷയം. അതിന്ന് പലയിടത്തും പ്രണയം ഇല്ല, ഒരു യന്ത്രം പോലെ. അത് 1 മാസമോ 2 മാസമോ 6 മാസമോ കൂടി വന്നു കഴിഞ്ഞാൽ ഹണിമൂൺ പീരീഡെല്ലാം അതോടെ അവസാനിക്കുക. ഇന്ന് 1 മാസം പോലും പിടിച്ചു നിൽക്കുന്നില്ല. പറയാനുള്ളത് മുഴുവൻ കല്യാണത്തിന് മുമ്പേ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ചാറ്റ് ചെയ്തും, പിന്നെ നമുക്കറിയാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ഈ മൊബൈൽ ഫോണിലും നെറ്റിലൊക്കെ ഉണ്ട്. പിള്ളേർ അതെല്ലാം, ദമ്പതികൾ അതെല്ലാം ഉപയോഗിച്ച് അപ്പോൾ ഒന്നിനും വിലയില്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം സെക്സ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ. സെക്സ് എന്ന് കേട്ടാൽ തന്നെ പൊട്ടിച്ചിരിക്കുന്നവരും നാണം കൊടുങ്ങുന്നവരും എന്തോ ഭയങ്കര അബദ്ധമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. യഥാർത്ഥമായ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു മേഖല പലരും കുഴിയിൽ ചാടുന്നതും പലരും ഇത് കേട്ടാൽ അറച്ചും നാണിച്ചും ഭയപ്പെട്ടും നെറ്റിചുളിച്ചും. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് അയ്യോ എന്തോ ഭയങ്കര മഹാപരാധം എന്ന് വിചാരിക്കുന്നുണ്ട്. കേൾക്കണമെങ്കിൽ ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക, അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ പണ്ട് ആഫ്രിക്ക കാണാനായിട്ട് പോയവരുടെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്ക കാണാൻ പോയവർ വന്നപ്പോൾ എല്ലാവരും ഓടിക്കൂടി ആഫ്രിക്കയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എഴുതിയെടുത്തു, വരച്ചെടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനീ പറഞ്ഞതോ നിങ്ങൾ എഴുതിയെടുത്തതോ ഒന്നുമല്ല ആഫ്രിക്കയെക്കുറിച്ച് അറിയണമെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ നിങ്ങൾ പോകണം. അപ്പോൾ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും പൂർത്തിയിൽ അതതിൻ്റെ പക്വതയിൽ ദൈവം അനുവദിച്ചത് അനുസരിച്ച് ആ അറിവിലേക്കും അപ്രകാരമുള്ള ജ്ഞാനത്തിലേക്കും കടന്നു വരുമ്പോൾ അതിൻ്റേതായ വെളിച്ചം കിട്ടും. ഇതിനുവേണ്ടി അശ്ലീല സീഡിയോ ബ്ലൂ ഫിലിമോ അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ പഠിപ്പിച്ച് തരുന്നവരുടെയോ പ്രേരിപ്പിക്കുന്നവരുടെ
അടുത്തല്ല നമ്മൾ പോകേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് തെറ്റായ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോലും പലരും ഇരയായിത്തീരുന്നതും വലിച്ചിഴച്ചപ്പെടുന്നതും. ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ ഒത്തിരി ദമ്പതികളുമായിട്ട് കഴിഞ്ഞ 35 വർഷമായി ശുശ്രൂഷ മേഖലയിലുണ്ട്. ഒത്തിരി ദമ്പതികളുമായിട്ട് ഇടപഴകുമ്പോൾ ദമ്പതികൾക്ക് ക്ലാസ് കൊടുക്കാനും ദമ്പതി ധ്യാനത്തിൻ്റെ ക്ലാസ്സിലും അല്ലാതെ ദമ്പതികൾക്ക് വേണ്ടിയുള്ള മറ്റ് ശുശ്രൂഷകളിലൊക്കെ പോയി പങ്കുവെക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഈ ഒരു മേഖലയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു അറപ്പ്, അല്ലെങ്കിൽ തങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യം, രണ്ടിലൊന്ന് ഒരാൾ മാറിക്കിടക്കുക, അല്ലെങ്കിൽ അത് കേട്ടാൽ ഇതൊഴികെ ബാക്കി എല്ലാ കാര്യം മതി, ഭാര്യയ്ക്ക് ശ്വാസം മുട്ട്, ഭർത്താവിന് വർക്കോളിക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം എസ്കേപ്പിസം ഇന്ന് പലയിടത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ശരിയായ അറിവില്ലാത്തതും ദൈവം തന്ന ഈ അമൂല്യദാനം അതിൻ്റേതായ മൂല്യത്തിലും മഹത്വത്തിലും ആസ്വാദ്യതയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉപയോഗിക്കാത്തതാണ് പലയിടത്തും തെറ്റായ അവസ്ഥകൾക്ക് കാരണമായി തീരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വചനം 1 തെസ്സലോനി 4 അധ്യായം 3-4 വാക്യങ്ങൾ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം. ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ട കാര്യമുണ്ടോ? എന്താണ് തെറ്റ്, എന്താണ് ശരിയെന്ന് ഒരു 9-10 വയസ്സ് മുതൽ നല്ല രീതിയിൽ നമുക്കറിയാം. അത് കുർബാന കൈക്കൊള്ളപ്പാടൊക്കെ കഴിയുന്ന ആ പ്രായമാകുമ്പോൾ തന്നെ ഒരുവിധമൊക്കെ കാര്യഗൗരവങ്ങളൊക്കെ നമുക്ക് പിടികിട്ടി തുടങ്ങും. പക്ഷേ എല്ലാം അറിയാം വല്ലാർപാട് അറിയാൻ പാടില്ലെന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വയം പൊട്ടം കളിച്ച് നടന്നാൽ ആ സമയത്ത് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അതൊരു കൊളുത്തുപോലെ നമ്മുടെ ജീവിതത്തിൽ വീഴും. അതുകൊണ്ട് അറിവില്ലാത്തതാണ് എന്ന് അംഗീകരിക്കുക. എന്നാൽ അറിവുണ്ടായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കൊടിയ പാപം ചെയ്തിട്ട് അറിയാത്തതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമിക്കരുത്. അത് നമ്മളെ രോഗികളും ബലഹീനരും ബന്ധനങ്ങളിലും ഒക്കെ ആക്കി തീർക്കും. ഇതിനെക്കുറിച്ചുള്ള വിവിധ ക്ലാസ്സുകളിലൊക്കെ പഠനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സൈക്കാട്രിസ്റ്റുമാരുടെയും അല്ലാതെയൊക്കെ ഉള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. IMAയിലും ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ലഭിച്ച സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സ്വവർഗഭോഗം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെയുള്ള പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഇരയാക്കുന്നവരൊക്കെ പലപ്പോഴും അവർ മറ്റുള്ളവരാൽ ഇരയാക്കപ്പെട്ടവരായിരിക്കും. ഇരകൾ മറ്റുള്ളവരെ തങ്ങൾക്ക് പറ്റിയ അബദ്ധം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ ഇങ്ങനെയുള്ള ഇരകളാക്കി തീർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ 1 കൊറിന്തോസ് 6 അധ്യായത്തിൽ 10 വാക്യം, അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കേട്ടോ? അപ്പോൾ വേറെ വല്ലതൊക്കെ കിട്ടിയേക്കും. ഈ വചനം ഓർക്കുക, അവർക്ക് ദൈവരാജ്യം, അതായത് ദൈവരാജ്യം എന്നാൽ റോമാലേഖനത്തിൽ 14 അധ്യായത്തിൽ 17 വാക്യത്തിൽ പറയുന്നത്, ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും നൽകുന്ന സന്തോഷവുമാണ്. അതായത് ദൈവരാജ്യം അവകാശികയില്ലെന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല, എല്ലാത്തിനും കുറ്റം പറച്ചിൽ, പിന്നെ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്ത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊന്നും ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ന്യായീകരണത്തിലേക്കൊക്കെ കടന്നു പോകും. 3-ാമത്തെ കാര്യം, റോമാലേഖനം 6 അധ്യായം 13 വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ അടിമയാണ്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. ഇങ്ങനെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ഒരു ജീവിതമാണോ നമുക്കുള്ളത്? ഇപ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില മാനസികമായ തകരാറുകൾ
ചില വിഷയങ്ങൾ കൂടെ ഇതിൽ പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ തെറ്റേതാണ് ശരി ഏതാണെന്ന് ഇത് കേൾക്കുന്ന മറ്റുള്ളവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിലതൊക്കെ വായിച്ചാൽ കിട്ടിയ തെറ്റായ അറിവുകളൊക്കെ നമ്മുടെ തലയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫോർമാറ്റായി പോകാനും ശരിയായ അറിവ് വഴി, അതായത് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. ചിലർ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെയുള്ള അറിവുകൾ നേടാൻ പോയിട്ടും കെണിയിൽപ്പെട്ടവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചില തകരാറുകളും പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗഭോഗം. അതിനെ ആണും തമ്മിലും പെണ്ണും തമ്മിലും ഉള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് മുഴുവൻ എടുത്ത് വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് ദൈവം അധമ വികാരങ്ങൾക്ക്, അനുചിത പ്രവൃത്തികൾക്ക് അവരെ വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പോരായ്മയായിട്ട് കരുതിയതാണ് എന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാകും. ദൈവമായിട്ടുള്ള ബന്ധം എവിടെ വെച്ച് കട്ട് ചെയ്തോ അവിടെ നിന്ന് എല്ലാവിധ ക്രമക്കേടുകളും ആരംഭിക്കുകയാണ്. ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ ദുരുപയോഗം ചെയ്യാനും വിട്ടുകൊടുക്കാനുള്ള പ്രേരണകൾ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വർഗഭോഗം എന്ന് പറഞ്ഞാൽ ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ്. ദൈവം സോദോം ഗൊമോറ എന്ന് പറഞ്ഞ സ്ഥലത്തെ നശിപ്പിച്ച് കളഞ്ഞതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യൂദാസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം, യേശുവിൻ്റെ ഒറ്റിക്കൊടുത്ത യൂദാസ് അല്ല, യേശുവിൻ്റെ അരുമ ശിഷ്യനായ യൂദാസ്, ഒരേ ഒരു ലേഖനമുള്ളൂ, 7-ാമത്തെ വാക്യം. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ശരിയാണ് മോനെ എന്നും പറഞ്ഞ് എൻ്റെ അമ്മച്ചി ഇസ്രായേലിൽ പോയിട്ട് വിശുദ്ധനാട് തീർത്ഥാടനത്തിന് അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് പോകാനുള്ള ഭാഗ്യം അമ്മക്ക് കിട്ടി. ഞാനും അമ്മയും കൂടെ പോകാനിരുന്നതാണ്. എനിക്ക് അന്നും സാധിച്ചിട്ടില്ല, ഇന്നുവരെ സാധിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അന്ന് അമ്മച്ചിക്ക് പാസ്പോർട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് 10 പൈസയും ഒരുക്കിയിട്ടില്ല. സമയമായപ്പോൾ എല്ലാം നടക്കുമെന്ന് പറഞ്ഞ പോലെ തൽക്കാലിൽ പെട്ടെന്ന് പാസ്പോർട്ടും എല്ലാം റെഡിയായി. പക്ഷേ അതിന് അമ്മച്ചിയുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അതിനു മുമ്പ് അമ്മച്ചി വന്നതിന് ശേഷം ഈ ലോകം വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, മോനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ശരിയാണ്, സോദോം ഗൊമോറയൊക്കെ കണ്ടു, 100 അടി താഴ്ത്തിയാലും ഇവിടെ വെള്ളമില്ല. വെറും കഥയല്ല മോനെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണെന്ന് എന്നോട് നേരിട്ട് കണ്ടിട്ട്, അതായത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വിണ്ട് കീറി കിടക്കുന്ന, ദാഹിച്ച് വലഞ്ഞ് കിടക്കുന്ന ഭൂമിയുടെ അവസ്ഥ കാണേണ്ടത് തന്നെ. ഒരു കാലത്ത് ജോർദാൻ സമതലം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോർദാൻ സമതലം ഇതാ ഫലപുഷ്ടമായ, നനക്ക് പോലും വേണ്ട, പക്ഷേ എന്തെങ്കിലും നട്ടാൽ വളം പോലും ഇടണ്ട, അവിടുത്തെ മനുഷ്യർ കഷ്ടപ്പെടാതെ കാര്യങ്ങൾ കിട്ടിയപ്പോൾ ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള പാപത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ടത്. ഹോമോസെക്സ്വാലിറ്റി അഥവാ സ്വർഗഭോഗം ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു തിന്മയാണ്. രണ്ടാമത്തെ കാര്യമാണ് വോയേറിസം. ഇതര വർഗത്തിൽപ്പെട്ടവർ കുളിക്കുന്നതും ഡ്രസ് മാറുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒളിഞ്ഞു നോക്കി ആസ്വദിക്കൽ. അപ്പോൾ ഒരിക്കലൊരു വിജാതിയായ ഒരു സ്ത്രീ വന്നത് ഇതാണ്, പേടിച്ചു വിറച്ചു പോയി ബ്രദറെ, ഒരിക്കലും വിചാരിച്ചതല്ല, ഞാൻ വളർത്തിയ എൻ്റെ മക്കളാണ്, അതായത് ചേച്ചിയുടെ മകൻ, ഇവർ കുളിക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് വാവൽ ഈർച്ചിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടന്നിട്ട് 2 കണ്ണുകൾ ആ ചെറിയ വെന്റിലേഷനിൽ കൂടെ ഇവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കണ്ട് പേടിച്ച് അലറി പുറത്ത് ചാടി. പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് സ്വന്തം സഹോദരിയുടെ മകൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ നഗ്നതകൾ ഒളിഞ്ഞു നോക്കുക എന്നതും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കി ആസ്വദിക്കുന്ന സ്വഭാവം. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഏതെങ്കിലും നമുക്കുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടെത്തുക. വോയേറിസം എന്ന് ഇതിനെ പറയും. ചിലരൊക്കെ അങ്ങനെയുണ്ട്, ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്നതും. ഒരിക്കലൊരു വ്യക്തി വന്നത് നല്ല പ്രാർത്ഥനയും ഒരു കാലത്ത് ഭയങ്കര തകർച്ചയല്ല, പക്ഷേ കുറേ ദുശീലങ്ങളൊക്കെ മാറ്റി പിന്നെ നല്ല പ്രാർത്ഥനയാക്കി താടിയും മുടിയൊക്കെ വളർത്തി ഭയങ്കര സന്യാസിയായിട്ട് നടക്കുക. പക്ഷേ ഇയാളുടെ ഭാര്യയും മോളും കൂടെ ഒരു ദിവസം ഇയാളുമായിട്ട്
ആയിട്ട് വന്നിട്ട് അവർ എൻ്റെ അടുത്ത് സെപ്പറേറ്റ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, കമ്മീഷണർ ഓഫീസിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ കാര്യം പറയുന്നില്ല. അയാളോട് തന്നെ ചോദിക്കുക, അയാൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അവസാനം അവിടെ പോണതിന് മുമ്പ് പ്രാർത്ഥിക്കാം, ഞാൻ ഇവരോട് കാര്യം പറയും, എന്തോ തലതിരിവ് പറ്റിയല്ല, അത് തന്നെ പറ്റിയത്. നാട്ടുകാർ അവിടെയുള്ളവരെല്ലാവരും കൂടെ പിടിച്ച് ആ നാട്ടിൽ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്ന സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്തും ആളുകളുടെ മുറിയിലും രാത്രിയൊക്കെ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം കുറേ നാളായി ആൾക്കാർ പതിയിരുന്ന് സ്ക്വാഡ് രൂപീകരിച്ച് അവസാനം പിടിച്ചത് ഈ മുട്ടൻ ഭക്താഭ്യാസീനെ ആയിപ്പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞ ഇതാ ധ്യാനിപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു മുള്ളുണ്ടാവും എന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് അറിയിച്ചപ്പോൾ അച്ഛൻ ഞെട്ടിത്തരിച്ചു പോയി. ദൈവമേ, ഇനി അത് പറയുമ്പോഴും ശ്രദ്ധിച്ച് പറയണമല്ലോ, വചനം വളച്ചൊടിച്ചാണല്ലോ ഇയാൾ പറയുന്നത്. പൗലോസ്ലീഹ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു മുള്ളു മാറിപ്പോയില്ല എന്ന് 2 കൊരിന്തോസ് 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഇയാൾ വളച്ചൊടിച്ച് പറയുകയാണ്, ഒളിഞ്ഞു നോക്കാൻ നടക്കുന്ന. അന്നത്തോടുകൂടി പിന്നെ ഇയാൾ ഭാര്യയും മക്കളും വന്ന് ഈ കാര്യം പറഞ്ഞതോടുകൂടി നാണക്കേടായിട്ട് എൻ്റെ അടുക്കൽ പിന്നീട് ഒരിക്കലും മറ്റേത് ഇടക്കിടക്ക് ഓടി വരും. ഭയങ്കര സഹനം, ഭയങ്കര മുള്ളെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഇയാൾക്ക് തന്നെ അറിയായിരുന്നു. അവസാനം വാടകയ്ക്ക് താമസിച്ച അവിടെ നിന്നൊക്കെ നാട്ടുകാർ ഓടിച്ചു പോയി, എന്തായെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം എന്ത് ആധ്യാത്മിക പ്രവൃത്തി ചെയ്ത് നടക്കുന്നവരായാലും ഇതിലൊന്നും ന്യായീകരണമില്ല. ഇതരവർഗത്തിൽപ്പെട്ടവർ കുളിക്കുന്നതും ഡ്രസ് മാറുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒളിഞ്ഞ് നോക്കുന്ന ആ സ്വഭാവം. അടുത്തതാണ് നാർസിസം എന്ന് പറയുന്നത്. അതായത് അവനവനെ തന്നെ, സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന, അവനവനോട് തന്നെ അമിതമായ അനുരാഗ സ്വഭാവം. അവനവനെ തന്നെ ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ തരത്തിലും ഒന്നിലും മറ്റൊന്നിനോടുമല്ല, അവനവനെ തന്നെ ആരാധിക്കുന്ന സ്വഭാവം. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതെ സ്വയം ആരാധിക്കുന്ന ഈ സ്വഭാവത്തെയാണ് നാർസിസം എന്ന് പറയുന്നത്. ഈ സ്വഭാവം സ്വയംഭോഗത്തിലേക്കും മറ്റ് തിന്മകളിലേക്കൊക്കെ സാധാരണയായിട്ട് തള്ളിയിടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അടുത്തതാണ് ഈവ് ആഡം ടീസിങ്. ഈവ് അഥവാ ആഡം ടീസിങ് എന്ന് പറയും. അശ്ലീല ധ്വനിയുള്ള ദയാർത്ഥ പ്രയോഗം, കമൻ്റ് അടിക്കൽ, ഇതര വർഗത്തിൽപ്പെട്ടവരെ ബോധപൂർവം മുട്ടി ഉരുമി പോകാനും ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാനും ആഗ്രഹിക്കൽ. നല്ല കാറ്റിസൺസ് അധ്യാപകനൊക്കെയാണ്, പക്ഷേ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ ഒരിക്കൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് നേരിട്ട് അറിഞ്ഞ ഇതാണ്, സ്ത്രീകൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആരും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവരുടെ അവയവങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ദേഹത്തോടെ ഇങ്ങനെ മുട്ടി ഒരുമി കൊണ്ടുപോകും. എന്നിട്ട് സോറി, ഒരിക്കലല്ല പലതവണ ആയപ്പോഴാണ് ഇയാൾക്കിതൊരു രോഗമാണെന്ന് പലരും തിരിച്ചറിഞ്ഞ് തമ്മി പറഞ്ഞത്. സ്ത്രീകളോ മറ്റോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടക്കൂടെ എന്തോ ഭയങ്കര തിരക്കുപിടിച്ച് പോകുന്നത് പോലെ വലിഞ്ഞു മുറുകി മുട്ടി ഒരച്ച് ഉരുമി പോകുന്ന സ്വഭാവം ഈവ് ഓർ ആഡം ടീസിങ് എന്ന് പറയും. ഇങ്ങനെ അതുപോലെ അശ്ലീല ധ്വനിയുള്ള ദ്വയാർത്ഥ പ്രയോഗം, എല്ലാം ലൈംഗികമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന, വളച്ചൊടിച്ച് പറയുന്ന സ്വഭാവം, കമൻ്റ് അടിക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ബോധപൂർവമാണ് ചെയ്യുന്നത്, അറിവില്ലാതെ അല്ല ചെയ്യുന്നത്. അതിനെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്ന ഇതാണ്. അതുപോലെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കൽ. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ ഇതാണ്. ഒരിക്കൽ കലൂർ പള്ളിയുടെ അവിടെ അപ്പച്ചനും അമ്മച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും കണ്ട കാഴ്ച, ഒരാളെല്ലാ തുണിയും ഉരിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ സ്ത്രീകളും ആണുങ്ങളൊക്കെ നിൽപ്പുണ്ട്. മാന്യനായൊരു വ്യക്തി കളഞ്ഞിട്ട് അയാൾക്കടെ പുറകുവശം തിരിഞ്ഞ് നിന്ന് ആന്തോനിസുന്നാലിൻ്റെ അവിടെ ഏതാണ്ട് ചേഷ്ടകൾ കാണിച്ചിട്ട് തിരിച്ച് എല്ലാ വസ്ത്രവും എടുത്തിട്ടിട്ട് പിടിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടി തോന്നി. പക്ഷെ വലിയ മാന്യനായ വ്യക്തിയാണ്, ആരും അനങ്ങുന്നില്ല, സ്റ്റക്കായ പോലെ. എന്നിട്ട് ആ ഉടുപ്പെല്ലാം തിരിച്ച് കയറ്റി അയാൾ അതുപോലെ തന്നെ നടന്നുപോയി എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. ഇങ്ങനെ പലതും കാണിച്ചു കൂട്ടും. അവങ്ങൾ എടുത്തും പിടിച്ചൊക്കെ കാണിക്കൽ. അവരുടെ വിചാരം ഇത് മറ്റുള്ളവർക്ക് ഇത് ആകർഷണമാണ്, അല്ലെങ്കിൽ ഇത് ഇവർക്ക് മാനസിക സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് മാനസിക സംതൃപ്തി കിട്ടും. അതുപോലെ പിഗ്മാലിയനിസം എന്ന് പറയും. നഗ്നചിത്രങ്ങളും ചിത്രങ്ങളും പ്രതിമകളും കാണുമ്പോൾ വികാരമുണ്ടാകുകയും അവസരം കിട്ടിയാൽ ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന മാനസിക രോഗം. അപ്പനും അമ്മയും ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളും അധ്യാപികയുമാണ്. പക്ഷേ മകൻ പത്രത്തിൽ കാണുന്ന സ്ത്രീകളുടെ ഇത്തിരി ഏതെങ്കിലും ഭാഗം മാസികകളിലെ പത്രത്തിലെ
തുണികൾ മാറിയിരിക്കുന്ന പടങ്ങൾ വെട്ടി വെച്ചിട്ട് അതിലൊക്കെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെ അത് കൂടിക്കൂടി വന്ന് അവർ പറഞ്ഞു ചെയ്താൽ 1000 പിള്ളേരെ വേണമെങ്കിൽ നിയന്ത്രിക്കാം. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഞങ്ങൾ തകർന്നു പോയി ബ്രദറെ. സമൂഹം ഒത്തിരി മാനിക്കുന്ന വ്യക്തികളാണ് ആ പയ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി വേണ്ട ചികിത്സയും പ്രാർത്ഥനയും കൗൺസിലിങ്ങും എല്ലാം കൊടുത്തു. അവനിപ്പോൾ അമേരിക്കയിൽ അവിടെ നിന്ന് പിന്നെ എന്തൊക്കെ ആയി പോയെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ ഇതൊക്കെ പിന്നീട് മാറി. ഇതെല്ലാം 10ൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ രോഗം. കാരണവന്മാർ ഞെട്ടിപ്പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ പിഗ്മാലിയനിസം എന്ന് പറയും. ഇതൊന്നും ചിലർ പറയും ബ്രദറെ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ രോഗവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇപ്പോഴെങ്കിലും അതൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇടുന്നത്. അപ്പോൾ തിരിച്ചറിവ് കിട്ടും. ചിലർ പേടിച്ചരണ്ടും ഒതുങ്ങിയിരിക്കുന്നവരും അല്ലെങ്കിൽ തന്നെ ശപിച്ചിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. കാരണം നല്ല അടിയും ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെയും ഇതിന് തന്നെ പോകും. ശരിയായ രീതിയിൽ ഇതിന് ആന്തരിക സൗഖ്യം കിട്ടിയില്ല എങ്കിൽ മരുന്ന് മാത്രം പോരാ, ദൈവസ്നേഹം നിറയുന്നില്ല അല്ലെങ്കിൽ ഒരു പുതുക്കപ്പെടുന്നില്ല എങ്കിൽ വീണ്ടും പോകും. അപ്പോൾ എൻ്റെ അടുത്തൊരു വീട്ടമ്മ വന്നത് ഓർക്കാണ്. ആൺമക്കൾ 2 കെട്ടുപ്രായവും കഴിഞ്ഞ് നിൽക്കുകയാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇങ്ങനത്തെ പുണ്യാളന്മാരുടെ രൂപം കാണാൻ വയ്യ, യേശുവിൻ്റെ ചിത്രം കാണാൻ വയ്യ, എന്തിലും നോക്കിയാലും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇവർക്ക് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പറ്റുന്നില്ല. ഭയങ്കര പ്രാർത്ഥന ഇങ്ങനെ പറയലും പപ്രാൾ. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് പേടിയായിട്ട് വയ്യ, എനിക്കിങ്ങനെ പുണ്യാളന്മാരെയും രൂപം എല്ലാം നോക്കുമ്പോൾ പോലും എനിക്ക് മോശമായ ചിന്തകളാണ്, വികാരമുണ്ടാകുന്നു. ഞാൻ എന്നിട്ട് അവരെ നായേഴ്സ് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്ത്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, കാരണം അത്രക്ക് തീവ്രമായി ഇവർക്ക് ഉറക്കമില്ല, ഒന്നുമില്ല ഇങ്ങനത്തെ കാര്യം. പക്ഷേ പണ്ട് ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ദാമ്പത്യ കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും ഒരു കുഴപ്പം തന്നെയാണ്. താനിരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ നായ കയറിയും ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല എങ്കിൽ പിന്നീട് കെണിയിലകപ്പെട്ട പോലെ കുറ്റബോധത്താൽ നീറി ഇതുപോലെയുള്ള തഴക്കദോഷങ്ങളിലേക്ക് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കൂടെ ജീവിച്ചിട്ട് അവരുടെ മനസ്സ് വേദനിപ്പിച്ചു, അവരുടെ ദാമ്പത്യ ആഗ്രഹങ്ങൾ നിറവേറ്റാതെയും ഒഴിഞ്ഞു മാറിയും രോഗമാണെന്നും മക്കളുണ്ടെന്നും മക്കൾ വലുതായെന്നും ഒക്കെ പറഞ്ഞ് വേറൊരു കേസ് ഇതുപോലെ വന്നതോർക്കാണ് 21 വയസ്സായ മോള കെട്ടിക്കണ വരെയും നടുക്ക് കയറ്റി കിടത്തി. അപ്പനും അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ. വേറൊരു സ്ത്രീ ഇതുപോലെ വരുമായിരുന്നു. 13 വയസ്സുള്ള കൊച്ചിനെ എന്തോ പറയാനുണ്ട്, എന്താ വിഷമമൊന്നും അറിയുന്നില്ല, മനസ്സിന് ഒരു സന്തോഷമില്ല, എല്ലാം ഉണ്ട് എന്ന് പറയും. പക്ഷെ പിന്നീടാണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ പല കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഭാര്യയും ഭർത്താവും നടുക്ക് കൊച്ചിനെയും കയറ്റിക്കണം. അപ്പോൾ ഭാര്യ ഭർത്ത സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കണം, ഒന്ന് കെട്ടിപ്പിടിക്കണം. അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ പലതരത്തിലുണ്ട്. ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്ന്. ഇതൊന്നും അശ്ലീലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് പറയുന്നത് കേൾക്കുന്നത് പോലും, വചനത്തിൽ കൂടെ കേൾക്കുന്നത് പോലും അലർജി ഉള്ളവരുണ്ട്. ബൈബിളിൽ ഉത്തമഗീതം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തോട്, കാമുകനും കാമുകിയുടെ ബന്ധത്തോട് വളരെ പച്ചയായിട്ട് ഉപമിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ കെട്ട് അഴിച്ച് ആ കൊച്ചിനെ മാറ്റി, അതായത് 3 വയസ്സ് കഴിഞ്ഞാൽ മനഃശാസ്ത്രം പറയുന്നത് കുട്ടികളെ മാറ്റിക്കിടത്തണം. ഇന്ന് പലയിടത്തും കുട്ടികളെ താലോലിക്കലും മക്കളെ പുന്നാരിക്കലും അവസാനം ഭാര്യാഭർത്തൃ ദാമ്പത്യവും തകരും. ഭാര്യയും ഭർത്താവും കടിപിടിക്കുന്ന ഐക്യമില്ലാത്ത ദാമ്പത്യധർമ്മം നിറവേറ്റാത്ത കുടുംബങ്ങളിലെ മക്കളും ഗതിപിടിക്കാൻ ഭയങ്കര പാടാണ്. ബ്രദർ ശാപം പറയുകയില്ല. 1 കൊറിന്തോസ് 7:14-15 പറയുന്നുണ്ട്, അവിശ്വാസിയ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മങ്ങൾ മരണം വരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിറവേറ്റപ്പെടാത്ത ഇടങ്ങളിൽ ആ മക്കൾ പലവിധ വൈകൃതങ്ങളിലേക്കും പ്രായമാവുന്നതിന് മുമ്പേ തെറ്റായ പ്രേമബന്ധങ്ങളിലേക്കും പോകും. കാരണം അപ്പനും അമ്മയും നേരെ നോക്കുന്നില്ല, യഥാർത്ഥ സ്നേഹപ്രകടനങ്ങളില്ല, മാറിക്കിടക്കുന്നു. യഥാർത്ഥ മാതൃക, ഒരു ഫ്ലോ, ലവിൻ്റെ ഒരു ഫ്ലോ അവരിൽ കിട്ടുന്നില്ല. അതായത് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഇങ്ങനെയൊക്കെയുള്ള അഡ്രിനാലിൻ, ഇങ്ങനെയൊക്കെയുള്ള ഹോർമോണുകൾ മനുഷ്യനിലുണ്ട്. നമ്മൾ എന്ത് തടഞ്ഞു വെച്ചാലും എന്തൊഴിഞ്ഞു മാറിയാലും ഇത് ആവശ്യമുള്ളതുപോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല
അല്ലെങ്കിൽ കുറേ ഡോളയും വാരിത്തിന്നും, കുറേ ബാമും വാരിത്തേക്കും. നേരം വെളുത്ത് രാത്രി ആവുന്നവരെ രോഗം, രാത്രിയായിട്ട് നേരം വെളുക്കുന്നവരെ അതിനേക്കാൾ മുട്ടൻ രോഗം. അങ്ങനെ വരിഞ്ഞും മുറുകിയും ടെൻഷൻ അടിച്ചും മണവറ മലിനമാക്കി നുണയും പറഞ്ഞ് രക്ഷപ്പെട്ട് കടിച്ചു പിടിച്ച് ജീവിതകാലം മുഴുവൻ എന്നിട്ട് താരതമ്യപ്പെടുത്തല അവരുടെ ഭർത്താവിനെ, അവരുടെ ഭാര്യനെ, അല്ല ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുന്ന അവസ്ഥ, ദൈവം തന്നതിനെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക. വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുർവിചാരങ്ങൾ, പ്രതിമകളും ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ചികിത്സ ആവശ്യമുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമുള്ള, പ്രാർത്ഥന ആവശ്യമുള്ള മേഖലകളാണ്. അതൊരു മാനസിക രോഗമാണെന്ന് തിരിച്ചറിയുക. അതുപോലെ ഫ്രോട്ടോറിസം എന്ന് പറയും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ പിന്നു വെച്ചൊക്കെ കുത്തു മേടിക്കണത്? പണ്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞ ഇതാണ്, സഹിക്കാൻ പറ്റിയില്ല, അപ്പോൾ ബ്ലൗസിൽ നിന്ന് പിന്നു ഊരിയിട്ട് ഒറ്റ കുത്തു വെച്ച് കൊടുത്തെന്നും പറഞ്ഞിട്ട് പറഞ്ഞതാ. അവൻ ഇനി ജീവിതത്തിൽ ആരെയും തൊടൂല. ഇങ്ങനത്തെവർ അങ്ങനെയല്ല, ഇതൊരു രോഗമാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതര വർഗത്തിൽപ്പെട്ടവരുടെ ശരീരത്തിൻ്റെയോ വർഗത്തിൻ്റെയോ അവരുടെ വസ്ത്രത്തിൻ്റെയോ ചൂടും സ്പർശനവും ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കൽ. ഒരു സ്ത്രീ പറഞ്ഞ ഇതാണ്, ആരോട് പറയുമെന്ന് അറിയില്ല ബ്രദറെ, അലക്കിയിട്ട് അടിവസ്ത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ തുളച്ച് കട്ട് ചെയ്ത് ഇട്ടേക്കണം. ഞാൻ പറഞ്ഞു ഇനി മുതൽ വീടിൻ്റെ പുറത്ത് അലക്കി ഇടണ്ട. ഇത് ആരോട് പറയും? ഭർത്താവിനോട് പറഞ്ഞാൽ വല്ല സംശയരോഗം വരും. എന്താ ചെയ്യേണ്ടത്? നേഴ്സായ ഒരു യുവതിയാണ്. അപ്പോൾ വീട്ടിൽ വർക്ക് ഏരിയ ഉണ്ട്, അതിൻ്റെ അകത്തെങ്കിലും കയറ്റിയിടാനായിട്ട് ഇനി മുതൽ ശ്രദ്ധിക്ക്. ഇനി അധികം അന്വേഷിച്ചും പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കണ്ട, അല്ലെങ്കിൽ വല്ല ക്യാമറയും വെക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്ന് ഇതിനൊക്കെ സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തണം. ഇങ്ങനെ ബസ്സിൽ പുറകിൽ കൂടെ കയറിയിട്ട് മുമ്പിൽ കൂടെ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി മുട്ടി ഒരുമ്മിപ്പോകുന്ന രോഗക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഇടി കിട്ടുന്ന അപ്പാപ്പന്മാരെ കണ്ടിട്ടില്ലേ? ഇന്നാൾ ഇടി കിട്ടിയ ഒരു അപ്പാപ്പൻ്റെ അമ്മാമ്മ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിട്ടാണ് 2 കെട്ട്. എന്താ ബ്രദറെ, ഭയങ്കര കൊന്തയിലെല്ലാം പ്രാർത്ഥന. എൻ്റെ അടുത്ത് വന്നവരെയും വന്നിട്ട് വരുന്നു സ്തുതിയും പ്രാർത്ഥനയുമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കിട്ടാ കെട്ടേണ്ടത്, കാരണം നിങ്ങൾ അയാളായിട്ട് ഒരുമിച്ച് കിടന്നിട്ട് എത്ര വർഷമായി? അയ്യോ ബ്രദറിന് കിട്ടുക, എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടത്തേൽ നോക്കി കിടക്കണം, എന്നാലേ ഉറക്കം വരും. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിട്ടാ കെട്ടണ്ട. ഇന്നു മുതൽ മരണം വേർപെടുത്തുന്നത് വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ന് പറഞ്ഞിട്ട് തിരുഹൃദയത്തിൻ്റെ മുഖത്ത് നോക്കി കിടക്കുന്ന ഇതിനേക്കാൾ വലിയ ചതി വേറെയുണ്ടോ? കൊടും ചതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. അയാൾക്കിട്ട് അടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, മോക്കട പ്രായമുള്ള വെങ്കൊച്ചിനെ കയറി പിടിച്ചതെന്ന് പറഞ്ഞു. കാരണം വർഷങ്ങളായി ഇവർ തമ്മിൽ ഭാര്യാഭർത്ത് ദാമ്പത്യ സന്തോഷം തുറവിയില്ല, പങ്കുവെക്കുന്നില്ല. ആ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുക. അതായത് മനസ്സ് ചെറുപ്പം തന്നെയാ, ശരീരത്തിന് പ്രായമായെങ്കിലും മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നതാ. തല്ലിക്കൊന്നു കളഞ്ഞിട്ടോ അവരെ കുറ്റവാളിയായി ചിത്രീകരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആ തെറ്റിനുള്ള 2 അടിയും കൂടി ഭാര്യയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരിരുന്ന് കരയാൻ തുടങ്ങിയത്. ഇത്രയും നാൾ പറഞ്ഞേച്ചത് എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി അയാൾ ഭയങ്കരൻ, വ്യഭിചാരി, അങ്ങനത്തവൻ ഇങ്ങനത്തവൻ, കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല, മക്കളുടെ മുമ്പിലൊക്കെ ക്രൂരമായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥകൾ സ്വന്തം ഭർത്താവിനെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഉള്ളവന് രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കി ഭാര്യാഭർത്തൃ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാൻ സാധിക്കണം. ഒറ്റപ്പെടുത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. പിന്നെ ചിലത് ചികിത്സയൊക്കെ വേണ്ടി വരും, കൗൺസിലിംഗ് വേണ്ടി വരും, ധ്യാനങ്ങളൊക്കെ കൂടുന്നത് നല്ലതാണ്. അടുത്ത ഒരു കാര്യമാണ് മസോക്കിസം എന്ന് പറയും. സ്വന്തം ലൈംഗികതയെ വേദനിപ്പിച്ചും പീഡിപ്പിച്ചും സുഖം കണ്ടെത്തൽ. അതങ്ങനത്തെ ഒരു രോഗമാണ്. അങ്ങനെയും മനുഷ്യനുണ്ട്, അങ്ങനെയും ഉണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ മനഃശാസ്ത്രജ്ഞന്മാർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സുഫീലിയ എന്ന് പറയും, മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധം നടത്താൻ താല്പര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മാമ്മ വന്നിട്ട് എല്ലാം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതാ മക്കളൊന്നും ഗതി പിടിക്കുന്നില്ല, ഒത്തിരി ഇതാണ് ഇങ്ങനെ മൃഗഭോഗത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ആസക്തി. അവരിപ്പോൾ മരിച്ചുപോയി. അങ്ങനത്തെ ഒരു ഭ്രാന്ത് അത് കണ്ടു നിൽക്കലും മൃഗങ്ങളാണ് ചേരുന്ന ഇത് നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവം, അത് കണ്ടു നിൽക്കുക, ആസ്വദിച്ച് അത് ഓർമ്മിച്ച് അങ്ങനത്തെ ഒരു തെറ്റായ ലൈംഗിക താല്പര്യം. അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധം നടത്താനുള്ള താല്പര്യം, അതും കൂടിയാണ് സുഫീലിയ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ
ദ്രോഹം വേറെ ഉണ്ടോ? കാരണം ഒരു മൃഗം പോലും മറ്റൊരു വർഗത്തിൽപ്പെട്ട മൃഗത്തിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഇത് ബുദ്ധിയും ബോധമുള്ള മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധംപതിച്ച് പോകുന്ന അവസ്ഥ എത്ര ക്രൂരവും നിന്ദ്യമാണെന്ന് ഓർക്കുക. ദൈവം ഓരോന്നിനും നമുക്കറിയാം, പാട്ടിനൊരു താളവും ഒരു ലയവുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സംശയരോഗം. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു വാഴക്കച്ചിൽ അനങ്ങിയാൽ പോലും ഒരാണ് ഓടുന്നത് കണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒളിച്ചിരിക്കുന്നത് കണ്ട് എന്നും പറഞ്ഞിട്ട് അവക്കടെ സാരിയുടെ കളർ വരെയും വേണമെങ്കിൽ പറഞ്ഞു കളയും. ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് ചികിത്സ ആവശ്യമുള്ളതാണ്. അതുപോലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന അതിൻ്റെ അഭാവം ആത്മഹത്യാ പ്രവണതയിലേക്ക് കടന്നു വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കത്തിലേ തന്നെ ചികിത്സിക്കുകയും കൗൺസിലിംഗ് എടുക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. റോമ 12:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിനെന്ന്. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എന്ന് വചനം പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ദൈവം തരുന്ന പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾ സ്വീകരിക്കുക. വീണ്ടും നമുക്ക് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാത്തതെന്ന് ഗലാത്യ ലേഖനം 5:16-17 പറയുകയാണ്. ലൈംഗിക വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോവുകയും ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവവും അതല്ലെങ്കിൽ തെറ്റായ തഴക്കദോഷങ്ങളും തെറ്റായ ബന്ധങ്ങളും പരമപരിശുദ്ധ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റുള്ളവരെ നോക്കി തൃപ്തിപ്പെടാനും ഉപമിക്കുകയും ഭാവനയിൽ കാണുകയും ചെയ്യുന്ന സ്വഭാവങ്ങളൊക്കെ. ഇതിൻ്റെ കാരണം ഗലാത്യ 5:16-17 ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ആത്മാവ് ശക്തിപ്പെടാത്തത് കൊണ്ടാണ്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് ശരീരം, മനസ്സ്, ആത്മാവ്, സൈക്ക്, സോമ, ന്യൂമ, ഇത് മൂന്നുണ്ട്. അപ്പം ആത്മാവിൽ ശക്തിപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനും മനസ്സ് ശക്തിയുള്ളതായിരിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തെറ്റുകളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ലെന്നുള്ള അവസ്ഥ തഴക്കദോഷം എന്ന് പറയും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് റോമാലേഖനം 8:6-8 അതിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം അശ്ലീലവും സെക്സും അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ഞാനൊരിക്കൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഇന്നലെ ബൈബിള് കണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരനാണ്, ഇയാൾ എന്നോട് പറഞ്ഞു, ഷൈജുവിന് മനസ്സിലായ ഇന്നലെ ഭാര്യയും ഭർത്താവും കൂടെ ബ്ലൂ ഫിലിം കണ്ട കാര്യമാണ്, അവർ ഇതിൻ്റെ അടിമയാണ്, രണ്ടുപേർക്കും ഇതില്ലാതെ പറ്റത്തില്ല. പക്ഷേ അവസാനം ഈ ഭാര്യയ്ക്ക് യൂട്രസിൽ മുഴയും ബ്രസ്റ്റിന് ക്യാൻസറായിട്ട് അതും റിമൂവ് ചെയ്യേണ്ട 2 രോഗം ഒരുമിച്ച്. അപ്പോൾ ഭയങ്കര ധ്യാനവും പ്രാർത്ഥനയും ഓട്ടം പിടിച്ച് ഇത് മാറ്റം വരുത്തി. അന്ന് എന്നോട് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ്, ഷൈജു അന്നത്തെ കാര്യം കേട്ടതല്ലേ, ഇപ്പോൾ കണ്ട അതല്ല, അന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാളുമായിട്ട് തർക്കിച്ച് എതിരിട്ടെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം മനുഷ്യന് വേണ്ട കാര്യമാണെന്നും പറഞ്ഞിട്ട് ഉള്ള മറ്റുള്ളവരുടെ നഗ്നത ബ്ലൂ ഫിലിം CD-യിലൂടെയോ നെറ്റിലൂടെയോ ഒക്കെ കാണുന്ന അവസ്ഥ. ഇന്ന് കുട്ടികൾ തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിമകളാണ്. ഞാൻ ഓർക്കുക 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് ഒരിക്കൽ വന്നത് ഓർക്കുകയാണ്. കൊച്ചി ഗൈനക്കോളജിസ്റ്റിന് പഠിക്കാൻ വേണ്ടി അറിയാതെ തുറന്നിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ 2, 3, 4 ദിവസമായി. അല്പം ചികിത്സയും കൗൺസിലിങ്ങും പ്രാർത്ഥനയും എല്ലാം കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ
ആ വർഷങ്ങൾ കടന്നുപോയി, അതെല്ലാം മാറ്റം. അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ മകനെയും കൊണ്ട് ഞാൻ കുറച്ച് കിഴക്കൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ വചനം കേൾക്കാൻ ഈ കുട്ടിയുടെ പിതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളൊരു വലിയ ഉദ്യോഗസ്ഥൻ, ഭാര്യ ഒരു ഡോക്ടറുമാണ്. ഇങ്ങനെ കൊണ്ടുവന്ന ഇതാണ്, എല്ലാവരെയും പറയാനും ചികിത്സിക്കാനും ഉപദേശിക്കാനും പറ്റും, പക്ഷേ ഞങ്ങളുടെ പിടി വിട്ടുപോയെന്നും പറഞ്ഞ് 30,000 രൂപ വിലയുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു. ഈ ഫോൺ ബാത്റൂമിൽ കയറി 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഈ മകൻ അശ്ലീല വീഡിയോകൾ കാണുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 9ാം ക്ലാസ്സുകാരൻ്റെ കാര്യം പോകട്ടെ, ഭാര്യയും മക്കളും എല്ലാം ഉള്ളവർ പോലും ഒരു സഹോദരി വന്ന് പറഞ്ഞ ഇതാണ്, പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും എല്ലാം പോയിക്കോ, അനുവാദമുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ ഒരു കാര്യത്തിലും ഉപദേശിക്കാനോ തിരുത്താനോ പാടില്ല. അയാൾ വേറെ മാറിക്കിടക്കുകയാണ്, കെട്ടുപ്രായമായ മകളുണ്ട്, പക്ഷേ ഇയാൾ രാത്രി ആകുമ്പോൾ ഇവരുടെ കൂട്ടുകാരുടെ ആ ഗ്രൂപ്പ് അശ്ലീല ഇങ്ങനെയെല്ലാം ഷെയർ ചെയ്ത് ഈ മനുഷ്യൻ അപ്രകാരമുള്ള സെക്സ്വലായിട്ടുള്ള ഒരു തെറ്റായ ഒരു ഗ്യാങ്ങിൽ അടിമയാണ്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധമൊന്നും ഇവരില്ല, വർഷങ്ങളായിട്ട് അതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു മായയിൽ ഈ സ്ത്രീ ഒരു വിധവനെ പോലെ ജീവിക്കുന്ന അവസ്ഥ. പക്ഷേ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇവിടെ ഞാൻ പറഞ്ഞു, ഈ സ്ത്രീയോട് പറഞ്ഞ് കരുണക്കൊന്ത ചൊല്ലി ഇയാളുടെ പേര് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ചിലപ്പോൾ കുഞ്ഞുനാളിൽ സ്നേഹം കിട്ടാത്തതോ ദുരുപയോഗം ചെയ്യപ്പെട്ട അവസ്ഥകളൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ റോമ 8:6 ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്കും ആത്മാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഇന്ന് കുറേ പേര് പറയും സമാധാനമില്ല. സമാധാനക്കേടിന് ഇങ്ങനെ വല്ല കാരണങ്ങളും ഉണ്ടോ? ദുരുപയോഗം ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ വല്ലവരും ചെയ്തോ, കാണരുതാത്തത് കണ്ടോ, കല്യാണം വേണ്ടെന്നും പറഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ കന്യാസ്ത്രീയാകാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിൽ കൊണ്ടുപോയി നോക്കി, 1 കഴിഞ്ഞു 2 ഇതിൽ പോയി, ഒരെണ്ണത്തിൽ ഗസ്റ്റായിട്ട് കൊണ്ടുപോയി നിർത്തി, അത് കഴിഞ്ഞ് കല്യാണം വേണമെന്ന് പറഞ്ഞ് കല്യാണം വന്നു കഴിയുമ്പോൾ അവസാനം വേണ്ടെന്ന് പറയും. പ്രസവത്തിനെ കുറിച്ചുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെയുള്ള ഭാര്യാഭർത്തൃ ഇതെല്ലാം കണ്ട് അവസാനം വട്ടായ അവസ്ഥ. കല്യാണത്തിന് പേടി, വിവാഹബന്ധത്തിന് പേടി, പ്രസവിക്കണതിനെ പേടി. ഇന്ന് നല്ല കൗൺസിലിങ്ങൊക്കെ കൊടുത്തു, അത്യാവശ്യം വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് വീണ്ടും കൊണ്ടുവന്ന് ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ചു, ആ പിശാച് വിട്ടുപോയി. ഇപ്പോൾ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് നല്ല കുടുംബിനിയായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവം ക്ഷമിക്കും, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട, കുടഞ്ഞെറിയണം, കഴുകിക്കളയണം, രക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധ്യമല്ല, കീഴ്പ്പെട്ടാൽ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവർ ധ്യാനം പ്രാർത്ഥന കേട്ടാൽ ഭയങ്കര അലർജിയാണ്, അങ്ങനെ ഇറങ്ങാൻ ഇത്തിരി പാടാണ്. പക്ഷേ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവർ ഇതിനെക്കുറിച്ച് എല്ലാവരും അങ്ങനെയല്ലേ, അവരിങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ചുരുക്കം ഈ നവീകരണത്തിലോ സമർപ്പണ ജീവിതത്തിലോ ഒക്കെ നടക്കുന്ന ഏതെങ്കിലും തെറ്റുകൾ പറ്റിയ വീഴ്ച പറ്റിയവരുടെ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു തരം എസ്കേപ്പിസം. അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ്. ഈ വ്യക്തികളുടെ ജീവിതം ചകഞ്ഞു നോക്കിയാൽ അതിൻ്റെ അപ്പുറം ചിലപ്പോൾ തിന്മകൾ കാണാനും കേൾക്കാനും സാധിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, വചനത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 16-ഉം 17-ഉം. അവിടെ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടതാണ് അല്ലേ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ കാര്യം നന്നായിട്ട് ഓർമ്മ വെക്കുക. അതുകൊണ്ട് വചനപ്രകാരമുള്ളൊരു ജീവിതം പരിശുദ്ധാത്മാവെ തരണമെന്ന് പ്രാർത്ഥിക്കാം. പിന്നത്തെ കാര്യമാണ് എബ്രായർ 13:4 വചനപ്രകാരമാണ്, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ കുറ്റബോധത്തിൽ നീറുന്നവരുണ്ട്, എന്തൊക്കെ പറ്റിപ്പോയി അതും പറഞ്ഞ് കല്യാണം വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആരെയോ തൊട്ടു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിരുന്നു, ചുംബനം കൊടുത്തു, അതൊക്കെ കൊണ്ട് ഞാൻ ചീത്തയായിപ്പോയെന്നുള്ള കുറ്റം, അത്ര പോലും അത് കുടഞ്ഞെറിഞ്ഞ് കഴുകി തെറ്റുപറ്റാത്ത മനുഷ്യനില്ല എന്ന ബോധ്യത്തോടെ മാറ്റി എത്രയോ പേരെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ്റിലും കൗൺസിലിങ്ങിനൊക്കെയുള്ള സംവിധാനങ്ങളും നമ്പറുകളൊക്കെ ഉണ്ട്. സഭാ സംബന്ധമായും നവീകരണ മേഖലകളിലൊക്കെ കൗൺസിലിങ്ങും കരിസ്മാറ്റിക് കൗൺസിലിംഗ്
കൗൺസിലിങ്ങും പ്രാർത്ഥനയും ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് നശിച്ച് അങ്ങേയറ്റം പോയവർ വരെ രക്ഷപ്പെട്ട് അവസാനം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കഥ ഒന്നും ആവർത്തിക്കാൻ പോകണ്ട. കൗൺസിലിങ്ങിൽ പറയാനുള്ളത് കൗൺസിലിങ്ങിനും കുമ്പസാരത്തിൽ പറയാനുള്ളത് കുമ്പസാരത്തിൽ എന്നേക്കുമായിട്ട് കുടഞ്ഞെറിഞ്ഞ് പഴയതൊക്കെ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കളഞ്ഞതും കുഴിച്ചിട്ടതും അല്ലെങ്കിൽ ഡംപ് ചെയ്തതും കോർപ്പറേഷനിൽ കൊടുത്തതിൻ്റെ കണക്കും വെച്ചുകൊണ്ട് നമ്മളിരിക്കുക. മാസത്തിൽ അവർക്ക് ഫീസ് ഇട്ട് കൊടുക്കും, അല്ലാതെ ഇതിൻ്റെ വൃത്തിയായിട്ട കണക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ വിട്ടുകളയേണ്ടത് വിട്ടുകളയുക, ഇനി തെറ്റിൽ വീഴാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. വിവാഹ ജീവിതം കഴിഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞത് ഔസേപ്പിതാവിനെ പോലത്തെ മനുഷ്യനാണ്, പക്ഷേ ഏത് നശിച്ച നേരത്താണ് ഞാൻ ഈ തെറ്റ് വീണു പോയത്. പിന്നെ അങ്ങോട്ട് തെറ്റ് ഭർത്താവിൻ്റെ പെങ്ങളുടെ മോനെ കൂടി അയൽവക്കക്കാരനെ കൂടി ഹോം നേഴ്സായിട്ട് പോയ വീട്ടിലത്തെ അവിടുത്തെ അമ്മാമ്മയുടെ മോനെ കൂടി എന്നിട്ട് ബ്രദർ പ്രാർത്ഥിക്കുന്നു പറയും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകണം, അല്ലാതെ ഇതിൽ നിന്ന് വിടുതൽ കിട്ടുകയില്ല. പാപവും പാപ സാഹചര്യവും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. 2 പത്രോസ് 2:9-10 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് പറയുന്നു. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണ്. ദൈവത്തെയും ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവരെയും സമർപ്പിതരെയും കന്യാസ്ത്രീകളെയും അൽമായ ശുശ്രൂഷരെയൊക്കെ കൂളായിട്ട് അവരെ കരുവാരി തേച്ച് കാണിക്കാനും പറയാനും ഒരു മടിയില്ല. കാരണം ഇപ്രകാരമുള്ള ക്രമക്കേടുകളിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം ഇങ്ങനെ മഞ്ഞക്കണ്ണാടി വെച്ചതുപോലത്തെ അവസ്ഥയായി മാറും. അതുകൊണ്ട് മ്ലേച്ഛമായ അഭിലാഷങ്ങളെല്ലാം നമ്മൾ മാറ്റി വികാരവിചാരങ്ങളെ നിയന്ത്രിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ നിയന്ത്രിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ വചനപ്രകാരം പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്കാം. വളരെയധികം പലതവണ ക്രമക്കേടുകൾ സംഭവിച്ചു, തെറ്റുകളിൽ വീണു, വിവാഹിതരുണ്ട്, അവിവാഹിതരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്ന രാത്രിയിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഇരുന്ന ദിവസം ആത്മഹത്യ നീട്ടിക്കൊണ്ടിരുന്ന അവസ്ഥകൾ അവരെയൊക്കെ നേരായ വഴികളിലേക്ക് നയിക്കാൻ സാധിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്. എല്ലാവർക്കും ഒത്തിരി വിലപ്പെട്ടതാണല്ലോ അവരുടെ ലൈംഗികത എന്ന് പറയുന്നത്. ഏറ്റവും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ പേരിൽ പറ്റിപ്പോയ കുറവുകൾ, സ്വയം പറ്റിപ്പോയത്, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടത്, ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. മേലിൽ പാപം ചെയ്യുകയില്ല, തെറ്റുകളിൽ വീഴുകയില്ല എന്നുള്ള ബോധ്യത്തോടെ അതെല്ലാം ഇങ്ങനെ പറയും, ദുഃഖമാണെങ്കിൽ പങ്കുവച്ചാൽ ഇല്ലാതാവും, സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ ഇരട്ടിയാകും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ക്രമക്കേടുകളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മളെ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള ഒരനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടി 4 വചനങ്ങളും കൂടെ പറഞ്ഞു തരികയാണ്. ഈ വചനങ്ങൾ വെച്ച് ഇന്ന് തൊട്ട് നിങ്ങളൊരു 33 ദിവസം 21 പ്രാവശ്യം വീതം പ്രാർത്ഥിക്കുക. എത്രയാണ്? 33 ദിവസം 21 പ്രാവശ്യം വീതം ഈ വചനങ്ങൾ പറഞ്ഞ് ഈ വചനത്തിൻ്റെ അഭിഷേകം വേണ്ടി പ്രാർത്ഥിക്കുക. 1 കൊറിന്തോസ് 6:19 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. പിടികിട്ടിയ? എനിക്ക് എൻ്റെ കഴിവാണെന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് ഞാനും നിങ്ങളുമെന്ന് എപ്പോൾ തിരിച്ചറിയുന്നുവോ നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് അന്നേരം ബോധ്യം കിട്ടും. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ആ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ പാപവാസനകൾക്ക് നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, വെളിപാട് 3:18 അവിടെ പറയുന്നത് എന്താ? ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. വെളിപാട് 3:18 ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ പറയുന്നത് ഇതാണ്, ഞാൻ എന്താണ്? അന്ധനും നഗ്നനും ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണം എന്നോട് വാങ്ങുക,
നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. വെളിപാട് 3:18. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയം എൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ, എൻ്റെ കണ്ണുകളെ കാത്തു സൂക്ഷിക്കാൻ, എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമായ ആഗ്രഹങ്ങൾ നിറക്കുവാൻ, കർത്താവേ മറ്റുള്ളവരുടെ നഗ്നത കാണാൻ ഇടവരാതെ, എൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിക്കാൻ ഇടവരുത്താതെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടും. 3-ാമത്തെ വചനമാണ് ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഹൃദയശുദ്ധി കിട്ടും അല്ലേ? ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുമെന്ന് വചനത്തിൽ കേട്ടിട്ടില്ലേ? അപ്പം മറ്റ് ആവശ്യമില്ലാത്ത കാഴ്ചകളും ദുഷിച്ച ഭാവന, ദുഷ്ചിന്തകൾ കയറി വരുന്ന അവസ്ഥ ഉൽപ്പത്തി 6:5-6 പറയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പരിതപിച്ചു, കാരണം അവൻ്റെ ഭാവനയും ചിന്തയെല്ലാം ദുഷിച്ചതാണെന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് ദുഷിച്ചതിലേക്ക് പോകാതെ വിശുദ്ധമായതിലേക്ക് വരണമെങ്കിൽ ഇതാ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല, നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും സമാധാനം വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവദത്തമായ എൻ്റെ ആലയമായ ഈ ശരീരത്തെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ. ഞാൻ മൂലം ആർക്കും ഒതപ്പ് ഇടർച്ച ഉണ്ടാകരുത്. തിരക്തം കൊണ്ട് കഴുകണമേ. ലൈംഗിക അശുദ്ധിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രമക്കേടുകൾ, തഴക്കദോഷങ്ങൾ, പകർച്ച രോഗങ്ങൾ, തെറ്റായ ചിന്തകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ എടുത്തു മാറ്റണമേ. സങ്കീർത്തനം 39:11 പറയുന്നുണ്ട്, ഇത് അതിൽ ചൊല്ലാനുള്ളതല്ല. പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലം, പാപം ചെയ്യാൻ ഉപയോഗിച്ച വ്യക്തികൾ, പാപ സാഹചര്യങ്ങൾ, ഉപയോഗിച്ച വാഹനങ്ങൾ, സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വീടുകൾ, അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 വീടുണ്ടായി, 2 വീടും പോയി. 2 വീട്ടിലും ഭാര്യ പ്രസവത്തിന് കൊണ്ടുപോയപ്പോൾ താമസിച്ച വീട്ടിലും വാടക കൊടുത്ത വീട്ടിലും മാറി മാറി വാടക താമസിച്ച സ്ത്രീയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. 2 വീടും പോയി. ഗവൺമെൻറ് ജോലി, കേന്ദ്ര ഗവൺമെൻറ് ജോലിയുള്ള ആൾക്ക് കടം, ഭാര്യയും ഭർത്താവും കൂടെ വന്നേക്കണം. എന്താണെന്ന് ഇത് അവരുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? സെപ്പറേറ്റ് സംസാരിച്ച് പിടിച്ച് കൗൺസിലിംഗ് എടുത്ത് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വിട്ട അവസരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇവരെ കടത്തിവിട്ടു. രക്ഷപ്പെട്ട മാറ്റങ്ങൾ വന്നു. അനുദപിച്ചാൽ ദൈവം രക്ഷ തരും. അല്ലാതെ കുറ്റബോധത്താൽ നീറാൻ വേണ്ടിയല്ല, ആരും വിഷമിപ്പിക്കാനല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ കൊച്ചുകുട്ടികളെ ഇതൊന്നും കേൾപ്പിക്കണ്ട. പക്ഷേ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ലൈംഗികമായ അറിവുകൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാത്തതാണ് പടാ മിണ്ടലടാ ഓടറാ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കും. പ്രായത്തിനനുസരിച്ചുള്ള അറിവുകൾ അധ്യാപകരും മാതാപിതാക്കളും കൊടുത്ത് വളർത്തിയാൽ ഇന്ന് കാണുന്ന പരാക്രമവും ആർത്തിയും പ്രായമാകുന്നതിന് മുമ്പേയുള്ള ക്രമക്കേടുകളും തെറ്റിൽ വീഴലും ഒഴിവായി കിട്ടും. അതുപോലെ 4-ാമത്തെ കാര്യമാണ് നമ്മൾ കാണുകയാണ്. 2-ാമത്തെ വചനം കേട്ടു, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. വെളിപാട് 3:18. 3-ാമത്തേത് എല്ലാവരോടും സമാധാനം, ഹെബ്രായർ 12:14. 4-ാമത്തേതാണ് 1 തെസ്സലോനി 4:7-8 വാക്യം. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. എൻ്റെ പ്രസംഗത്തെയോ ഈ വീഡിയോനോ ഓഡിയോനോ നിങ്ങൾക്ക് തിരസ്കരിക്കാനോ തള്ളിക്കളയാനോ പുച്ഛിക്കാനോ കേൾക്കണ്ട എന്ന് വെക്കാനോ സാധിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ചിലർ ഇത് വീണ്ടും വീണ്ടും ഇട്ട് കേൾക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രതി ആരോടും പറയാനോ ഉപദേശം ചോദിക്കാനും പറയാനൊക്കെ പോകും. പക്ഷേ മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ്സും കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു കുറച്ച് പേര് ഒരു കൗൺസിലിങ്ങും കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ വിറക്കുന്ന ആളെയും പിടിച്ചുകൊണ്ട് വന്നു. കാരണം ഭാര്യ കൂടാതെ ഭാര്യയുടെ അമ്മയുമായിട്ട് പോലും തെറ്റായ ബന്ധത്തിൽ, അങ്ങനെ തെറ്റായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരും. ഉള്ളിനുള്ളിൽ തിന്മ ഒളിക്കുന്ന ശരീരം ഇങ്ങനെ വിറച്ചു തുള്ളും. അപ്പോൾ വിറക്കുന്ന എല്ലാവരും കാണുമ്പോൾ ഇതാണെന്ന് നിങ്ങൾ സങ്കല്പിക്കില്ല. ചില അനുഭവങ്ങൾ, വ്യക്തമായ മെസ്സേജുകൾ കിട്ടി തുറന്ന് ഏറ്റുപറഞ്ഞ് മാറ്റങ്ങൾ വരുത്തിയ അവസ്ഥകൾ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ക്രൂശിത രൂപം ഭാവനയിൽ കണ്ടുകൊണ്ട് ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ 1 തെസ്സലോനി 4:3-8 വിശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ്
ഇതാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം. ഓരോരുത്തരും അറിയണം. അവർ കാരണം, ഇവർ കാരണം, ഇവള് കാരണം ഞാൻ അങ്ങനെ പോകുന്നു. ഗൾഫിൽ നിന്ന് വന്ന ചേട്ടൻ പറഞ്ഞതാ, ബ്രദറെ നമുക്ക് വേറെ സന്തോഷമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് വ്യഭിചാരം ചെയ്യാൻ പോകുന്നു. അവിടെ ഫിലിപ്പീനികളും റഷ്യക്കാരും ഒക്കെ ഉണ്ട്. അവിടെ ഇത് സുലഭമാണ്, വലിയ ചിലവൊന്നുമില്ല, വേറെ സന്തോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുടിയും വലിയൊന്നുമില്ല. എന്തിന്? വ്യഭിചാരത്തിന് പോയിന്ന് പുഷ്പം പോലെ പറയുക. ഇന്നും മാറാത്തൊരു രോഗമായിട്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഞാനൊരു തെറ്റും ചെയ്തില്ല. ഒരു യേശുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് മാപ്പ് പറഞ്ഞ്, കർത്താവെ തെറ്റായിപ്പോയി, ഭാര്യ കൂടെ ഇല്ലെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഭാര്യനെ കൊണ്ടോ ആരുടെ കുറ്റം? ഇന്ന് പലരും ഇങ്ങനെ സ്വന്തം തോന്നിവാസങ്ങളിൽ അടിപ്പെട്ട് കൊണ്ടുപോകാൻ സാഹചര്യം അവകാശം ഉണ്ടെങ്കിൽ തന്നിഷ്ടം പോലെ നടക്കാൻ സ്ത്രീകളുണ്ട്. എന്നോടൊരു നേഴ്സായ യുവതി പറഞ്ഞതാണ്, ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര ചാരിത്രവതിയായിട്ട് ജീവിക്കും, സ്വന്തമായിട്ട് മുറിയിലുണ്ടാക്കി ജീവിക്കും, സാധനങ്ങൾ മേടിച്ചുണ്ടാക്കി തിന്നും, ആര് വിളിച്ചാലും. പിന്നെ പോണ്ട പോലെ പോകുന്ന, എല്ലാവരും പോണതല്ലേ എന്നും പറഞ്ഞ് പോണവർ മുഴുവൻ എങ്ങനെയാണെന്നല്ല. ഗൾഫിൽ ജീവിക്കുന്ന ദുബായിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു ചെയ്താ, ബ്രദറെ പറയാൻ വേണ്ടി പറ്റത്തില്ല, ദുബായി പോയിക്കണ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ദുബായ് മാത്രമല്ല, കാനഡ, UK, ഇങ്ങനെയൊക്കെ അമേരിക്ക, അതിലൊക്കെ പോയിരിക്കുന്ന പലരും പല ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ എല്ലാം കിട്ടുമല്ലോ ബ്രദറെ എന്ന് പറഞ്ഞാൽ, എല്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലായ, ഇവിടെ എല്ലാവരും പോണതല്ലേ എന്നും പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്ന മലയാളികളുണ്ട്. എന്നോടൊരു സഹോദരൻ, ന്യൂസിലൻഡിൽ പോയ സഹോദരൻ പറഞ്ഞതാ, നമ്മുടെ ആൾക്കാരാ ബ്രദറെ, അവിടെ വന്ന് കഴിയുമ്പോൾ ആരും കാണുന്നില്ല, അറിയുന്ന ഉള്ള തോന്നിവാസങ്ങൾക്ക് മുഴുവൻ പോയി വ്യഭിചാരം. പാകത്തിന് ജീവിക്കേണ്ടവന് എവിടെയും ജീവിക്കാം. തോന്നിവാസവും ദുർമാതൃകയും ഉള്ളവൻ എവിടെ വന്നാലും അങ്ങനെയാണ്. അതുകൊണ്ട് വലിയ കഷ്ടവും കരഞ്ഞും പിടിച്ചും പ്രാർത്ഥിച്ചൊക്കെ വരും. വന്ന് കഴിയുമ്പോൾ ലിവിങ് ടുഗദറും അങ്ങനെ. ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ കപ്പ്യാർ, വലിയ 2000 ഇടവകക്കാരുള്ള കപ്പ്യാർ പറഞ്ഞതാ, പെരുന്നാൾ കഴിഞ്ഞിട്ട് പാകത്തിനൊരു എല്ലാം ലിവിങ് ടുഗദറും, അതുപോലെ ലിവിങ് ടുഗദറും ഹോമോസെക്ഷാലിറ്റിയും, പിന്നെ കുറേ എണ്ണത്തിന് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥ. വേറെ ചിലതൊക്കെ ഇവിടെ വരാറുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കൊച്ച് വേണ്ട. ഒരു പെണ്ണ് പറഞ്ഞതാ, പെണ്ണിന് തൈറോയ്ഡ് ക്യാൻസർ. അപ്പോൾ ഞാൻ ചോദിച്ചു, കടിച്ചമർത്തി ദുഃഖം, വെറുപ്പ്, ക്ഷമിക്കും. അപ്പോൾ ഇരുന്ന് കരയാൻ തുടങ്ങി. ഒന്നിനും കുറവില്ല, പക്ഷേ ഇയാൾക്ക് കുട്ടികളേ വേണ്ട. അങ്ങനെ ഭാര്യാഭർത്തൃ ജീവിതത്തിന് ഇയാൾ കഴിവൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് വരണ്ട. ഡിവോഴ്സ് ചെയ്യാതെ ഈ കൊച്ച് സഹിച്ച് വീട്ടുകാരെ പോലും അറിയാതെ ഇതൊരു രോഗിയായി മാറിയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. തൈറോയ്ഡ് ക്യാൻസർ, ഉള്ളിലൊതുക്കിയ വെറുപ്പ്, കഠിനമായ വേദന, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവദത്തമായ എൻ്റെ ശരീരത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ മരിക്കുന്നതുവരെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ തരണമേ കർത്താവേ. വിശുദ്ധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവരും ചെയ്യുന്നതല്ലേ ഒന്നറിയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് മണവറ മലിനമാക്കിയ എത്രയോ ആളുകൾ, എത്രയോ ജീവിതങ്ങൾ. ഹെബ്രായർ 13:4 പറയുന്നുണ്ട്, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസാൻമാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. തറപ്പിച്ച് പറയുക, ദൈവം അസാൻമാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നേരത്തെ പറഞ്ഞ 4 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കാൻ ലൈംഗികത ഉപകാരപ്രദമാണോ അത് ഉപദ്രവമാണോ എന്ന് ഇന്നീ വചനങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും, കുഞ്ഞുങ്ങളെ ജന്മം നൽകി തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടിയും മരണം വരെ സ്നേഹം പങ്കുവെച്ച് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പിച്ചാങ്കത്തി അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ, ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു മാസം മുമ്പ് ഞാൻ നല്ലൊരു ചെറിയ കത്തി കണ്ടിട്ട് അത് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ പലതവണ ഉപയോഗിച്ചു. ജോളി പറഞ്ഞു നല്ല കത്തിയാണ്, ചെറിയ കത്തിയാണെങ്കിൽ നല്ല മൊനയുണ്ട്, നല്ല മൂർച്ചയുണ്ട്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ മാങ്ങ ചെത്താനെടുത്തിട്ട് ചെത്തിയിട്ടും അത് അതിൻ്റെ തൊലിയൊന്നും പോകുന്നില്ല. കൂടുതൽ ബലം പിടിച്ച് ചെയ്തപ്പോൾ എൻ്റെ കൈ കെട്ടുകൊണ്ട് കൈ പൊട്ടുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞ്, എന്തായി കാണിക്കണത്, കത്തിക്ക് അത് മൂർച്ച പോയിരിക്കാം, ഒന്ന് ഒരച്ചെടുത്താൽ പോരായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്യാം. ചെത്തിയിട്ടും പോകാതെ വന്നപ്പോൾ ബലം പിടിച്ച് ചെത്തിയപ്പോൾ തെറ്റി എൻ്റെ കയ്യിൽ കൊണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കത്തിയുടെ കാര്യത്തിന് വേണ്ടിയല്ല. ലൈംഗികത, ദാമ്പത്യ ധർമ്മം, ഒരു പുരോഹിതനാവുന്നത് ബലിയർപ്പിക്കാനാണ്. ഇതുപോലെ ഭാര്യ ഭർത്തൃ ദാമ്പത്യ ധർമ്മം മരണം വരെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനായിട്ട് സന്നദ്ധതയുള്ളതായി മാറുമ്പോൾ, അല്ലാതെ സ്നേഹമില്ല. തേങ്ങ എന്ത് ചെയ്യണം? തേങ്ങ പൊതിക്കണം, മടൽ പൊതിച്ചെടുക്കണം, അല്ലേ? എറണാകുളം ഭാഷയിലാണ് പറയുന്നത്, പൊതിക്കണം. ചിരട്ട
തേങ്ങ എന്ത് ചെയ്യണം, പൊട്ടിക്കണം, ചിരട്ട പൊട്ടിക്കണം. അത് മാത്രം മതിയാ. തേങ്ങ കൊത്തി എടുത്ത് മിക്സിയിൽ അടിച്ച്, ഇവിടെ എളുപ്പം ചെയ്യാറുള്ള ഒരു കാര്യമാണ്, കൊത്തി എടുത്ത് മിക്സി അല്ലെങ്കിൽ ചിരവേൽ ചിരണ്ടും. പിന്നെ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ വെച്ചാൽ മതിയാ, കറിയിലോട്ട് ചാടി കയറിക്കോളൂ? ഇല്ല, അത് പിഴിയണം, അല്ലെങ്കിൽ അരക്കണം, അല്ലെങ്കിൽ പാലെടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ട് അത് അതിൽ ഉപയോഗിക്കണം. അപ്പോൾ കറി നല്ല എരിവുള്ള ചിക്കൻ കറിയൊക്കെ വെച്ച്, അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റാറുണ്ടാവും. അപ്പോൾ അവൾ പറയും അതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് 2 തക്കാളിയും മുറിച്ചിട്ട് കഴിയുമ്പോൾ അടിപൊളി. ഇതുപോലെ ഭാര്യ ഭർത്തൃ ദാമ്പത്യ ജീവിതം മാധുര്യമുള്ളതാക്കി മാറ്റാൻ ഭർത്താവ് മാത്രം വിചാരിച്ചാൽ പോരാ, ഭാര്യയും വിചാരിക്കണം. പുരുഷന് സെക്ഷൽ ഇൻസ്റ്റിറ്റാണ്, സ്ത്രീക്ക് മാതൃത്വ വാസനയാണ്. മാതൃത്വ വാസനയോടൊപ്പം പരസ്പരം സ്നേഹിച്ചും ദാമ്പത്യ സ്നേഹം പങ്കുവച്ചും നമുക്ക് ജീവിക്കാം. അങ്ങനെ ആ ദൈവം തന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജീവിതം അനുഗ്രഹദായമാക്കി മാറ്റാൻ ഒരു ജീവിതമുള്ളൂ. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടോ ചെളിവാരിക്കൊണ്ടിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. പരസ്പരമുള്ള ഈ കടമകൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കുമ്പോൾ ആ കുടുംബം ശാന്തമാകും, സ്വസ്ഥത വരും, കുറ്റപ്പെടുത്തൽ വരും. അവിടെ മറ്റുള്ളവർ കയറി കളിക്കത്തില്ല. അല്ലെങ്കിൽ അപ്പനെയും അമ്മനെയും കൂട്ടിപ്പറയും, പെങ്ങളെ കൂട്ടിപ്പറയും, ഡിവേഴ്സിന് കൊടുക്കും. ഇന്ന് ഡിവേഴ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും ഒരു തരം സെക്ഷൽ ഫ്രിജിഡിറ്റി. എന്നാൽ വേണ്ട കാര്യത്തിനല്ല, വേണ്ടാത്ത കാര്യത്തിന് ഒരു ഫ്രിജിഡിറ്റി ഇല്ല. അപ്പം അതൊക്കെ മാറ്റി ദൈവം തന്ന യഥാർത്ഥ അവസ്ഥയിൽ വിശുദ്ധിയിൽ ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാം. കഴിവതും ഇത് പ്രായപൂർത്തിയവർ മാത്രം കേൾക്കുകയും അങ്ങനെയുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നമുക്ക് കാണാം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. നല്ലൊരു മാതൃകാ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. തെറ്റിദ്ധാരണകൾ മാറട്ടെ. വയസ്സായില്ലേ പ്രായമില്ല എന്നും പറഞ്ഞിരിക്കേണ്ട, വയസ്സ് പ്രായമാണ് ഏറ്റവും നല്ല പ്രായം. പൂർവ്വപിതാക്കന്മാരൊക്കെ ഒത്തിരി ബ്ലെസ്ഡ്, ലൈംഗിക ജീവിതമൊക്കെ ഒത്തിരി നന്നായിട്ട് ജീവിച്ചത് നല്ല പ്രായങ്ങളിലാണെന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാം. നിങ്ങളുടെ കമൻസുകൾ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അങ്ങനെ നമുക്ക് പങ്കുകാരാകാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ദമ്പതികളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മത്തായി 10:8 വചനത്താൽ വചനപ്രഘോഷണം നൽകുന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. എല്ലാ ദമ്പതികളും അനുഗ്രഹിക്കപ്പെട്ടെ. ഡിവോഴ്സ് കേസുകൾ അവസാനിക്കട്ടെ. സ്വന്തം കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ പരസ്പരം ബഹുമാനിക്കാനുള്ള കൃപ കിട്ടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.